നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 23-ാം തീയതി തിങ്കളാഴ്ച, 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി. ഇന്ന് പൂരുട്ടാതി നക്ഷത്രം ഉള്ള ദിവസമാണ്. പൂരുട്ടാതി നക്ഷത്രം ഇന്ന് രാത്രി 8:04 വരെ പൂരുട്ടാതി നക്ഷത്രമുണ്ട്. ശേഷം ഉത്രട്ടാതി നക്ഷത്രസ്ഥിതിയിൽ. കൂടാതെ മറ്റൊരു കാര്യം, ഇന്ന് പൗർണമി കഴിഞ്ഞിട്ട് പ്രഥമ തിഥിയാണ്. പൗർണമിയും പൗർണമിയോടനുബന്ധമാകുന്ന ദിവസങ്ങളൊക്കെ ചന്ദ്രനെ ആശ്രയിക്കുന്നതായ നക്ഷത്രസ്ഥിതിഗതികളെ സംബന്ധിച്ച് പറയുമ്പോൾ ശുഭദിനങ്ങളിൽ പെടുന്നതാണ്. കൂടാതെ പൂരുട്ടാതി നക്ഷത്രം പുരുഷ നക്ഷത്രം ആണ്. മനുഷ്യഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണ്. കുംഭക്കൂറിലെ അവസാനത്തെ നക്ഷത്രമാണ്. കുംഭക്കൂറിലെ 2.25 നക്ഷത്രമുള്ളതിൽ അവസാനത്തെ 15 നാഴിക പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെത് മീനക്കൂറിലും ബാക്കി 45 നാഴിക കുംഭക്കൂറിലും നിൽക്കുന്ന നക്ഷത്രമാണ്. പൊതുവിൽ ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭക്കൂറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയാറുള്ളത്. കുംഭക്കൂറുകാരായിരിക്കുന്നവർക്ക് ഇപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെതായ പൊതുവായ ഒരു സ്വഭാവ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളതായ കാര്യങ്ങളെ വേണ്ടും വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണെങ്കിലും അവർക്ക് നേതൃത്വ സ്ഥിതിയിലെത്താൻ പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരു പക്ഷേ അവർ നേതൃത്വ സ്ഥിതിയിലെത്തിയാൽ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. വിഷയങ്ങളിൽ സത്യസന്ധരാണ്. കാര്യങ്ങൾ വേണ്ടും വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. എങ്കിലും അവർക്ക് പൊതുവിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാല്യകാലം അതായത് ജനനകാലം വ്യാഴദശയിലും അതിൽ തുടർന്ന് 19 വർഷം ശനിദശാകാലം വരുന്നതുകൊണ്ട് ശനിയുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ വേണ്ടത്ര ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകാം. വിദ്യാഭ്യാസം ചെയ്താൽ തന്നെയും അത് ലക്ഷ്യത്തിലെത്താനോ എത്തിക്കാനോ കഴിയാതെ പോകുന്നതായ കാരണങ്ങൾ വരാം. യഥാസമയങ്ങളിൽ വേണ്ടുന്നതുപോലെ ലക്ഷ്യത്തിലെത്താൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയാറുള്ളൂ. അത് മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ സമയത്തിൻ്റെ സ്ഥിതിയോ അല്ലെങ്കിൽ ജനനവശാലുള്ളതായ വിശേഷ ഗുണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളതായ ഗുണങ്ങളിലെത്തുക. എത്തിയാൽ പോലും അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ മേഖലകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ശനിയുടെ ദശാകാലം കഴിഞ്ഞാൽ ബുധൻ്റെ ദശാകാലത്തിൽ ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുകയും നല്ലതുമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഔദ്യോഗിക സ്ഥാനങ്ങളും ബുദ്ധിപരമാകുന്ന കാര്യങ്ങളും സ്വന്തം പ്രവൃത്തിക്കനുസരിച്ചിട്ട് പ്രവൃത്തി കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുകയൊക്കെ ചെയ്യുന്ന നക്ഷത്രമാണ്. പൊതുവിൽ സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർക്ക് ദേഷ്യം വന്നാൽ സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു പെരുമാറ്റവും ഉണ്ടാവും. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് ഒരു 26, 27, 28 ആ ഒരു വയസ്സ് തൊട്ട് ശരാശരി 17 വർഷക്കാലം ബുധദശയാണ്. വേണ്ടും വിധത്തിൽ തൊഴിൽ മേഖലകളിലും തൻ്റേതായ കഴിവ് ഗുണങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്നതായ സാഹചര്യങ്ങൾ വരുമെങ്കിലും പലയിടത്തും പല കാര്യങ്ങളിലും അവസാന നിമിഷത്തിൽ മനോദുഃഖം ഉണ്ടാക്കുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കും പോവുക. ശേഷം വരുന്ന ഒരു 7 വർഷക്കാലം ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, പല വിധത്തിലുള്ളതായ മാനസിക ദുഃഖങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയസ്ഥിതിയാണ്. അതിനുശേഷം പിന്നെ ശുക്രദശാകാലം. നല്ല ശുക്രനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുണ്ടാകാം. ഇങ്ങനെയാണ് ഈ നക്ഷത്രക്കാരുടേതായ പൊതുവിൽ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തൊട്ടുള്ള ഒരു മാസക്കാലം എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കുംഭക്കൂറാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ രാശിയിൽ ശനിയും, മീനക്കൂറാണെന്നുണ്ടെങ്കിൽ ജന്മരാശിയിൽ ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വാക്കുകൾ നിമിത്തമായി, ധനം നിമിത്തമായി, കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമായിട്ടൊക്കെ പലപ്പോഴും ഒരുപാട് മാനസിക ദുഃഖങ്ങൾ നേരിടേണ്ടി വരികയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുന്നതും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും മനപ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാരണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കാം. കൂടാതെ 5ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നു. 5ൽ നിൽക്കുന്ന വ്യാഴൻ നേരത്തെ പറഞ്ഞതായ ഏഴരശനിയുടേതായ ദോഷത്തിൻ്റെ കാഠിന്യത്തെ ഒന്ന് കുറയ്ക്കും എന്നുള്ള ഒരു ഗുണമുണ്ട്. സ്വന്തം കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, മക്കളെ കൊണ്ടുള്ളതായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വ്യാഴൻ്റെ സഹായവും സാന്നിധ്യവും ഗുണം ചെയ്യും. എങ്കിലും തമ്മിൽ ചേർത്ത് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാകുന്ന ഫലങ്ങളായതുകൊണ്ട് മഹാവിഷ്ണുവിനെയും ശിവനെയും ശാസ്താവിനെയും പ്രാർത്ഥിച്ച് യഥാവിധി വേണ്ടുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്താൽ ദോഷങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവും, നല്ല ഫലങ്ങളുണ്ടാവും. നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.